നിങ്ങൾക്ക് യോഗ ശരിയായ വിധത്തിൽ മുഴുവനായി പഠിക്കണമെങ്കിൽ ഞാൻ ഒരു സ്ഥലം നിർദ്ദേശിക്കാം. ഇന്ത്യയിലുള്ള 99% ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു സൗകര്യം നിലനിൽക്കുന്നു എന്നു തന്നെ അറിയില്ല. കാരണം ആശ്രമം കൂടുതൽ പരസ്യങ്ങൾ ചെയ്യുന്നില്ല. യോഗയും ആത്മീയതയും ഒഴികെ മറ്റൊരു താല്പര്യവും ഇല്ല. കച്ചവട മനസ്സോടെയല്ല ഇവർ 70 വർഷങ്ങൾ മുമ്പ് അവരുടെ ഗുരുക്കന്മാർ നൽകിയ നിർദ്ദേശങ്ങൾ തന്നെയാണ് പിന്തുടരുന്നത്. വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ 40 ദിവസത്തെ ആശ്രമ ജീവിതത്തിൽ വെയ്റ്റ് ലോസ് എന്നത് ഒരു ചെറിയ നേട്ടം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ അത്രയും പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ യോഗ ചെയ്യുമ്പോൾ അറിയാതെ തന്നെ ശാന്തിയും ചിന്താശുദ്ധിയും അനുഭവപ്പെടുന്നു. തിയറി ക്ലാസ്സുകളിൽ നമുക്ക് യോഗാസനകൾ, പ്രാണായാമം, ആയുർവേദം, ഭക്ഷണം, വേദാന്ത എന്നിവയുടെ ബേസിക് ഐഡിയാസ് തരുന്നു. നിങ്ങൾ ഏതെങ്കിലും യോഗാചാര്യൻ്റെ കീഴിൽ യോഗ പരിശീലിക്കുന്ന ആളാണെങ്കിലും 14 ദിവസത്തെ യോഗ വെക്കേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം അതേ യോഗ ഗുരുവിൻ്റെ അടുത്ത് തിരിച്ചെത്തി യോഗ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു ഉൾക്കാഴ്ചയും അനുഭവം ഉണ്ടാകും. കോവിഡിന് ശേഷം വർക്ക് ഫ്രം ആശ്രം എന്ന പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതുവഴി നിങ്ങളുടെ ജോലിയും യോഗ പ്രാക്ടീസും ആശ്രമ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. വളരെയധികം സോഫ്റ്റ്വെയർ ജോലിക്കാർ അവരുടെ ഫ്ലാറ്റ് ഒഴിവാക്കി ആശ്രമത്തിൽ 6 മാസം വരെ താമസിക്കുന്നത് ഞാൻ കണ്ടു. അവരെല്ലാം ചെറിയ ചിലവിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് അഭിപ്രായപ്പെട്ടു. ഫുഡ്, അക്കോമഡേഷൻ ഇൻ ഡോർമിറ്ററി, യോഗ പ്രോഗ്രാംസ് എല്ലാം ഉൾപ്പെടെ പ്രതിദിനം 560 രൂപ മാത്രമേ ആകുന്നുള്ളൂ. റൂംസിനുള്ള ചാർജ് 1000 രൂപ മുതൽ തുടങ്ങുന്നു. അപ്പോൾ എവിടെയാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്ന് 28 കിലോമീറ്റർ ദൂരെ വനമേഖലയായ നെയ്യാർ ഡാം ഗ്രാമത്തിലാണ്. കേരളത്തിന് പുറമേയുള്ള മറ്റു ലൊക്കേഷൻസിനെ പറ്റി ഞാൻ പിന്നീട് പറയാം. ഇനി ആശ്രമത്തിലെ ഒരു ദിവസം എങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്ന് പറയാം. നിങ്ങളെ ഉണർത്താനുള്ള ബെൽ 5:20 AM അടിക്കും. 5:55 റെഡിയായി എല്ലാവരും മെയിൻ ഹാളിൽ എത്തണം. 6 മണിക്ക് സത്സംഗം തുടങ്ങും. 6 മുതൽ 6:30 വരെ ഗൈഡഡ് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശങ്ങളോടുകൂടി തുടങ്ങും. 6:30 മുതൽ 7:20 വരെ മന്ത്രോച്ചാരണങ്ങളും കീർത്തനങ്ങളും ഉണ്ടാകും. 7:30 ടീ ബ്രേക്ക്. 8 മുതൽ 9:45 വരെ യോഗ ക്ലാസ്സസ്. 10 മണിക്ക് ഫസ്റ്റ് മീൽ ബ്രഞ്ച്. രുചിയുള്ള വെജിറ്റേറിയൻ ഫുഡ് ആവശ്യാനുസരണം വിളമ്പിത്തരുന്നു. 11 മണിക്ക് കർമ്മയോഗ തുടങ്ങുന്നു. ആശ്രമ സംബന്ധമായ ചില ജോലികൾ നിസ്വാർത്ഥ ഭാവത്തോടെ ചെയ്യാം. 12 മണിക്ക് മെഡിറ്റേഷൻ തിയറി ക്ലാസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. 12:30 ആസന കോച്ചിങ്. ഇത് കൂടുതൽ ദിവസം ആശ്രമത്തിൽ നിൽക്കാൻ കഴിയാത്ത വിദേശികൾക്കും മറ്റും ഉപകാരപ്രദമാണ്. 1:30 ഹെർബൽ ടീയും ഫ്രൂട്ട്സും സെർവ് ചെയ്യുന്നു. 2 മുതൽ 3:30 PM വീണ്ടും തിയറി ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇത് അറ്റൻഡ് ചെയ്യുന്നത് യോഗ പ്രാക്ടീസിനെ സഹായിക്കും. യോഗ സംബന്ധമായ മറ്റു വിഷയങ്ങൾ, പ്രാണായാമം, ആസനകൾ എന്നിവ 12 ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നു. 4 മുതൽ 5:30 PM വീണ്ടും യോഗ പ്രാക്ടീസ് തുടങ്ങും. ഇതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. 6 PM ഡിന്നർ സെർവ് ചെയ്യും. 6:30 തൊട്ട് 8 മണി വരെ ഫ്രീ ടൈമാണ്. ഈ സമയം നിങ്ങൾക്ക് വിദേശികളുമായും ഇതര സംസ്ഥാനങ്ങളിലുള്ളവരുമായും ആശയവിനിമയം ചെയ്യാം. അതല്ലെങ്കിൽ ആശ്രമത്തിലുള്ള അമ്പലത്തിലെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം. അങ്ങനെ പലതും അറിയാനും പഠിക്കാനും സാധിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയമായിരിക്കും. 8-നും 9-നും ഇടയ്ക്ക് രാവിലത്തെ പോലെ തന്നെ സത്സംഗമുണ്ടായിരിക്കും. 10:30 PM ഡോർമിറ്ററിയിൽ ലൈറ്റ്സ് ഓഫ് ചെയ്യണം. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ റിസപ്ഷൻ ഏരിയയിൽ സൗകര്യമുണ്ട്. അവിടെ ബെഞ്ചും മേശകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാം. ഇവിടെ യോഗ പ്രാക്ടീസ് 2 നേരമുണ്ട്.
രാവിലെ 8 മണിക്കും വൈകുന്നേരം 4 മണിക്കും തുടങ്ങുന്നു. 2 നേരവും 3 ബാച്ച് വീതം ഉണ്ടായിരിക്കും. ആദ്യത്തേത് ബിഗിനേഴ്സ് ക്ലാസ്, രണ്ടാമത്തേത് ഇന്റർമീഡിയറ്റ് ക്ലാസ്. ഇത് യോഗ പരിശീലിച്ച ആൾക്കാർക്ക് ഉള്ളതാണ്. രണ്ടാമത്തേത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ജെന്റിൽ ക്ലാസ്. ഇത് സീനിയർ സിറ്റിസൺസിനും ചെറിയ തോതിൽ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമാണ്. ഈ 14 ദിവസത്തെ യോഗ പ്രോഗ്രാമിനെ യോഗ വെക്കേഷൻ എന്നാണ് പറയുന്നത്. ഇത് എല്ലാ മാസവും 1 മുതൽ 15 വരെയും 16 മുതൽ 30 വരെയും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതു സമയം വേണമെങ്കിലും തുടങ്ങാം, അതുപോലെ വിടുകയും ചെയ്യാം. പക്ഷേ യോഗ പുതിയതായി തുടങ്ങുന്നവർക്ക് 1st or 16th ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം യോഗ തിയറി ക്ലാസ്സുകൾ ഒരു സീക്വൻസിലാണ് നടത്തുക. അക്കോമഡേഷൻ ഡോർമിറ്ററിയിലോ റൂമിലോ എടുക്കാം. ഞാൻ പോകുമ്പോഴെല്ലാം ഡോർമിറ്ററിയിലാണ് താമസിക്കാറ്. പക്ഷേ ഇവിടെ ചില നിയമങ്ങൾ അനുസരിക്കേണ്ടതായുണ്ട്. ഒന്നാമതായി, താമസ സ്ഥലത്തും പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലങ്ങളിലും നിശബ്ദത പാലിക്കണം. ഡ്രസ് കോഡിൽ വലിയ നിബന്ധനകളില്ല എങ്കിലും ഡീസൻ്റ് ആയിരിക്കണം. ജീൻസും ടീഷർട്ട്സും ധരിക്കാം. യോഗ ക്ലാസ്സുകളിൽ ലൂസും സുഖപ്രദവുമായ മുഴുവൻ കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ ഇടാം. വളരെ ഇറുകിയ ഡ്രസ്സുകൾ അനുവദനീയമല്ല. നിങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് പിന്നീട് പറയാം. എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും സൺസെറ്റിന് പകരം സൈലന്റ് മോർണിംഗ് വാക്ക് ഉണ്ടാകും. വനത്തിലെയും താഴ്വാരത്തിലെയും ഉള്ള നടത്തം വളരെ ഉന്മേഷപ്രദാനം ചെയ്യുന്നതാണ്. ആശ്രമത്തിലെ സ്ഥലങ്ങളും മാപ്പും. ആശ്രമം സ്ഥിതി ചെയ്യുന്നത് 12 ഏക്കർ സ്ഥലത്താണ്. അതിൽ 4-5 ഏക്കർ സ്ഥലത്ത് മാത്രമേ കെട്ടിട നിർമ്മാണങ്ങളും മറ്റും ചെയ്തിട്ടുള്ളൂ. ആശ്രമത്തിനുള്ള സ്ഥലങ്ങൾ ഇവയൊക്കെയാണ്. ശിവ ഹാൾ, ഇത് പ്രധാന ഹാളാണ്. ഇവിടെയാണ് യോഗ ക്ലാസ്സുകളും സത്സംഗവും മറ്റും നടത്തുന്നത്. ശിവ ഹാളിന് താഴെ ധന്വന്തരി ഹാളാണ്. ഇതാണ് രാമ ഹാൾ. ഇവിടെയാണ് ചെറിയ മീറ്റിങ്ങുകളും മെഡിറ്റേഷനും മറ്റും നടത്തുന്നത്. ടെമ്പിൾ ഏരിയ, ഡൈനിങ് ഹാൾ, ഹെൽത്ത് ഹട്ട് എന്നിവയാണ്. ഹെൽത്ത് ഹട്ട് പ്രത്യേകിച്ച് വിദേശികൾക്ക് നമ്മുടെ ഭക്ഷണം തുടക്കത്തിൽ പിടിക്കാതെ വരികയാണെങ്കിൽ അവർക്ക് സാൻഡ്വിച്ച്, ടീ, ജ്യൂസ് മുതലായവ ഇവിടെ ലഭ്യമാണ്. പിന്നെയുള്ളത് അക്കോമഡേഷൻ ഏരിയ, കിച്ചൺ, ആയുർവേദ ഹോസ്പിറ്റൽ, ലേക്ക്, സ്വാമിജിയുടെ കുടീരം, ക്ഷേത്ര പരിസരം എന്നിവയാണ്. ഇതൊക്കെയാണ് ആശ്രമത്തിലെ സ്ഥലങ്ങൾ. യോഗ വെക്കേഷൻ മാത്രമല്ല ഇവിടെ നടത്തുന്നത്. കൂടാതെ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, ആയുർവേദ വെൽനസ് കോഴ്സ്, സമ്മർ ക്യാമ്പ് ഫോർ കിഡ്സ് മുതലായവ നടത്തുന്നുണ്ട്. അവരുടെ യോഗ TTC കോഴ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കോഴ്സായി പരിഗണിക്കപ്പെടുന്നു. 1969 മുതൽ ഇതുവരെ ഏകദേശം 50,000 സ്റ്റുഡൻസാണ് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. മറ്റ് അഡ്വാൻസ്ഡ് യോഗ കോഴ്സസും നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ആശ്രമം സന്ദർശിക്കുമ്പോൾ ലഭ്യമാണ്. ഈ കാണുന്ന ആശ്രമം തമിഴ്നാട്ടിലെ മധുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആന്ധ്രാപ്രദേശിലെ ഗുഡൂർ എന്ന സ്ഥലത്താണുള്ളത്. ഹിമാലയത്തിലെ ഉത്തരകാശിയിലും ആശ്രമമുണ്ട്. അത് ഭൂമിയിലെ സ്വർഗതുല്യമായ സ്ഥലമാണ്. അവിടെ എത്തിച്ചേരണമെങ്കിൽ നമ്മൾക്ക് ദൈവകൃപയും യോഗവും ഉണ്ടാകണം. ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ഏറ്റവും ആവേശകരമായ കാര്യമാണ് ഫ്രൈഡേ ട്രിപ്പ്. എല്ലാ വെള്ളിയാഴ്ചയും ഒഴിവു ദിനമാണ്. അവർ നമ്മളെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ 30 ദിവസം ആശ്രമത്തിൽ താമസിക്കുകയാണെങ്കിൽ 4 വെള്ളിയാഴ്ചകളിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ സാധിക്കും. ഒരു ദിവസത്തിന് ഏകദേശം 1600 രൂപ മാത്രമേ ചിലവുള്ളൂ.
താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കുക. എല്ലാ പ്രധാന വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ്, പ്രധാനപ്പെട്ട കോൺടാക്റ്റ് നമ്പറുകൾ, മറ്റ് വീഡിയോകൾ മുതലായവ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ എങ്ങനെ ഇവിടെ എത്തിച്ചേരാം എന്നുള്ളതും എന്തൊക്കെ കയ്യിൽ കരുതണമെന്നും എല്ലാം ഉൾപ്പെടുത്താം. ഫ്രൈഡേ ട്രിപ്സിൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ള വിശദ വിവരങ്ങളും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഗുരുജിക്ക് നന്ദി.